7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നായനാർമാരുടെ രചനകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? തിരുമുറൈകൾ. നായനാർമാരുടെ രചനകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? തിരുമുറൈകൾ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന വിഷ്ണുഭക്ത കവികൾ ആരെല്ലാം? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന ശിവഭക്ത കവികൾ ആരെല്ലാം? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന പ്രചാരകനായിരുന്ന ബസവണ്ണ രൂപീകരിച്ച ചർച്ചാവേദിയുടെ പേരെന്ത്? അനുഭവ മണ്ഡപം. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന പ്രചാരകനായിരുന്ന ബസവണ്ണ രൂപീകരിച്ച ചർച്ചാവേദിയുടെ പേരെന്ത്? അനുഭവ മണ്ഡപം. ബസവണ്ണ അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാവേദി സ്ഥാപിച്ച കാലഘട്ടം 12ാം നൂറ്റാണ്ട്. ബസവണ്ണ അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാവേദി സ്ഥാപിച്ച കാലഘട്ടം 12ാം നൂറ്റാണ്ട്. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ ആരെല്ലാം? അല്ലമ പ്രഭു, അക്ക മഹാദേവി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ ആരെല്ലാം? അല്ലമ പ്രഭു, അക്ക മഹാദേവി. അനുഭവ മണ്ഡപത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം? ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. അനുഭവ മണ്ഡപത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിലൂടെ ഉയർന്നു വന്ന ആശയത്തെ ഏത് പേരിൽ അറിയപ്പെട്ടു? വചനങ്ങൾ. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിലൂടെ ഉയർന്നു വന്ന ആശയത്തെ ഏതു പേരിൽ അറിയപ്പെട്ടു? വചനങ്ങൾ. ബസവണ്ണ ജീവിച്ചിരുന്ന കാലഘട്ടം 12ാം നൂറ്റാണ്ട്. ബസവണ്ണ ജീവിച്ചിരുന്ന കാലഘട്ടം 12ാം നൂറ്റാണ്ട്. ബസവണ്ണയുടെ സ്വദേശം എവിടെയാണ്? കന്നഡ ദേശം. ബസവണ്ണയുടെ സ്വദേശം കന്നഡ ദേശം. ബസവണ്ണ ഏതെല്ലാം മേഖലകളിൽ പ്രശസ്തനായിരുന്നു? തത്വചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, കവി. ബസവണ്ണ ഏതെല്ലാം മേഖലകളിൽ പ്രശസ്തനായിരുന്നു? തത്വചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, കവി. ബസവണ്ണ എന്തിനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ബസവണ്ണ എന്തിനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ബസവണ്ണയുടെ കാഴ്ചപ്പാട് എന്തെല്ലാം ആശയങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ബസവണ്ണയുടെ കാഴ്ചപ്പാട് എന്തെല്ലാം ആശയങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തെല്ലാം? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. കബീർ ജീവിച്ചിരുന്ന കാലഘട്ടം 15ാം നൂറ്റാണ്ട്. കബീർ ജീവിച്ചിരുന്ന കാലഘട്ടം 15ാം നൂറ്റാണ്ട്. കബീറിന്റെ സ്വദേശം വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ. കബീറിന്റെ സ്വദേശം വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ്. കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കീർത്തനങ്ങളെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ദോഹകൾ. കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കീർത്തനങ്ങളെ ദോഹകൾ എന്നാണ് അറിയപ്പെട്ടത്. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആരാണ്? കബീർ. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു കബീർ. ഹിന്ദുക്കളും മുസൽമാനും ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് എന്ന് പറഞ്ഞതാര്? കബീർ. ഹിന്ദുക്കളും മുസൽമാനും ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് എന്ന് പറഞ്ഞത് കബീറാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്തെല്ലാം വ്യവസ്ഥകളാണ് അർദ്ധശൂന്യമായി കബീർ കണ്ടിരുന്നത്? ജാതി വ്യവസ്ഥ, പൂജകൾ, വിഗ്രഹാരാധന, തൊട്ടുകൂടായ്മ, മരണാനന്തര ചടങ്ങുകൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്തെല്ലാം വ്യവസ്ഥകളാണ് അർത്ഥശൂന്യമായി കബീർ കണ്ടിരുന്നത്? ജാതി വ്യവസ്ഥ, പൂജകൾ, വിഗ്രഹാരാധന, തൊട്ടുകൂടായ്മ, മരണാനന്തര ചടങ്ങുകൾ. കബീർ എന്തിനെയെല്ലാമാണ് വിമർശിച്ചത്? ജാതി, മതം,
വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. കബീർ എന്തിനെയാണ് വിമർശിച്ചത്? ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. കബീറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിരുന്ന ആശയങ്ങൾ എന്തെല്ലാം? ഭക്തി സൂഫി ആശയങ്ങൾ. കബീറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിരുന്ന ആശയങ്ങളാണ് ഭക്തി സൂഫി ആശയങ്ങൾ. കബീർ എന്തിനെയെല്ലാമാണ് നിരാകരിച്ചത്? മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യ ആരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചിരുന്നു. കബീർ എന്തിനെയെല്ലാമാണ് നിരാകരിച്ചത്? മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യ ആരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചിരുന്നു. കബീർ എങ്ങനെയുള്ള ദൈവത്തെയാണ് വിശ്വസിച്ചിരുന്നത്? അരൂപിയായ ദൈവത്തെ. കബീർ എങ്ങനെയുള്ള ദൈവത്തെയാണ് വിശ്വസിച്ചിരുന്നത്? അരൂപിയായ ദൈവത്തെ. കബീർ മോക്ഷമാർഗമായി കണ്ടത് എന്തിനെയാണ്? ഭക്തിയെ. കബീർ മോക്ഷമാർഗമായി കണ്ടിരുന്നത് ഭക്തിയെയാണ്.